നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ചായ കുടിക്കുമ്പോൾ ഫോണിൽ ഒരു മെസ്സേജ് വരികയാണ്. ഇന്ന് ഓഫീസിൽ ചെല്ലാൻ നിങ്ങൾ ലേറ്റ് ആകും. ഈ വഴി പോയാൽ ട്രാഫിക് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം വീട്ടിൽ അതിഥികൾ വരുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയാണ് AI അഥവാ കൃത്രിമ ബുദ്ധി. അയ്യോ, റോബോട്ടുകൾ വന്ന് നമ്മുടെ പണി കളയുമോ എന്ന് പേടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ നാട്ടിലാകെ തെറ്റിദ്ധാരണ പരത്തി ചിലരൊക്കെ കൂടി ബഹളമുണ്ടാക്കിയ കഥകളൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ എന്തായി? ഇപ്പോൾ AI വന്നപ്പോഴും ചില കോണുകളിൽ നിന്ന് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് മനുഷ്യകുലത്തിൻ്റെ അന്തകനാണ്, നമ്മുടെ തൊഴിൽ രീതികൾ ഇത് മാറ്റിമറിക്കും, ഒത്തിരി പേർ തൊഴിൽ രഹിതരാകും എന്നൊക്കെയാണ് കേൾക്കുന്നത്. നിങ്ങൾക്കിത്തരം സംശയങ്ങൾ വല്ലതും ഉള്ളിലുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പേടിക്കാനല്ല, പണി എളുപ്പമാക്കാനാണ് AI. എങ്ങനെയെന്നല്ലേ നോക്കാം. പണ്ട് നമുക്കൊരു സംശയം വന്നാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? നമുക്ക് കുറേ ലിങ്കുകൾ തരും. അത് ഓരോന്നോരോന്നും നമ്മളിങ്ങനെ തുറന്നു നോക്കി പരിശോധിക്കണം. എന്നാൽ ഇപ്പോൾ കാലം മാറി. ChatGPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി പോലെയുള്ള സിസ്റ്റങ്ങളോട് നിങ്ങൾക്ക് ഒരു സുഹൃത്തിനോടെന്ന പോലെ, ഒരു കൂട്ടുകാരനോടെന്ന പോലെ വളരെ അടുത്ത് സംസാരിക്കാം. ഉദാഹരണത്തിന് ശ്രദ്ധിച്ച് കേൾക്കണേ. നാട്ടിൽ ഇപ്പോൾ വേനലിൻ്റെ വല്ലാത്ത ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ചേഞ്ചിന് ഇത്തിരി ഒന്ന് തണുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാറിലേക്ക് ഒരു 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരാമോ? എൻ്റെ കയ്യിൽ ആകപ്പാടെ 5000 രൂപയാണ് ഉള്ളത് എന്ന് AI നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൃത്യമായ ഒരു പ്ലാൻ AI നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. അതായത് നിങ്ങൾ പോകേണ്ട ബസ്സിൻ്റെ സമയം, കയ്യിലെ ബഡ്ജറ്റിന് ഒത്ത താമസിക്കാൻ പറ്റിയൊരു ഹോട്ടൽ, തീർച്ചയായും നിങ്ങൾ മൂന്നാറിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ റെഡിയാക്കി നിങ്ങൾക്ക് തരും. ഇനി പറയൂ, ഇത് പണി കളയലാണോ അതോ പണി എളുപ്പമാക്കലാണോ? ഇങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത്. ഇനി കുറച്ച് തമാശ പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികളുടെയും ചില മുതിർന്നവരുടെയൊക്കെ ഒരു ഇഷ്ടതാരമാണല്ലോ സൂപ്പർമാൻ. അങ്ങനെയുള്ളൊരു സൂപ്പർമാൻ നമ്മളുടെ കൊച്ചു കേരളത്തിലെ ഒരു കവലയിൽ വന്ന് വഴിവെക്കിലുള്ള തട്ടുകടയിൽ നിന്ന് പൊറോട്ടയും ബീഫും കഴിക്കുന്നത് എങ്ങനെയുണ്ടാകുമെന്ന് ഞാൻ വെറുതെ ഒരു കുസൃതിക്ക് AI ചോദിച്ചു. അങ്ങനെ ഒരു സൂപ്പർമാൻ വന്ന് ഞങ്ങളുടെ നാട്ടിലെ ഒരു വഴിയോര കടയിലിരുന്ന് പൊറോട്ടയും ബീഫും കഴിച്ചാൽ ആ ചിത്രം എങ്ങനെയായിരിക്കും വരികയെന്ന്. സെക്കൻഡുകൾക്കുള്ളിൽ, അതായത് 5 നിമിഷത്തിനുള്ളിൽ AI എനിക്ക് ആ ദൃശ്യം കാട്ടിത്തന്നു. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, എത്ര ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. സൂപ്പർമാൻ വരുന്നു, ഇരിക്കുന്നു, കടക്കാരനോട് കുശലം പറഞ്ഞുകൊണ്ട് കഴിക്കുന്നു, തൊട്ടടുത്ത് മറ്റൊരാളിരുന്ന് കഴിക്കുന്നുണ്ട്, വഴിയിൽ മറ്റ് കടകൾ കാണാം, ഒരു KSRTC ബസ്സും വരുന്നുണ്ട്. എല്ലാം നമ്മുടെ നാട്ടിലെ ഒരു അന്തരീക്ഷം. വേറെ ഏതോ രാജ്യത്തിരുന്ന് AI നമുക്ക് വേണ്ടി പണിയെടുത്ത് തന്നതാണ്, അതും സെക്കൻഡുകൾക്കുള്ളിൽ. ഇനി പറയൂ, ഇത് പണി കളയലാണോ അതോ പണി എളുപ്പമാക്കലാണോ? മിഡ് ജേർണി അല്ലെങ്കിൽ ഡാളി പോലുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാവനയിലുള്ള ഏത് ചിത്രവും നിങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാം. നിങ്ങളുടെ ബിസിനസ്സിന് ഒരു ലോഗോ വേണോ അതോ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റിയ ഒരു വെറൈറ്റി ഫോട്ടോ നിങ്ങളുടേത് വേണോ? ആരെയും ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം AI ഉപയോഗിച്ച്. ഓഫീസിൽ വലിയ ജോലി തിരക്കിലാണോ നിങ്ങൾ? ഒരു വലിയ റിപ്പോർട്ട് വായിച്ച് തീർക്കാൻ മടിയാണെങ്കിൽ ആ റിപ്പോർട്ട് AIക്ക് നൽകിയാൽ അതിൻ്റെ ചുരുക്കം, സമ്മറി അത് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇമെയിൽ അയക്കാൻ മടിയാണോ? വിഷയം പറഞ്ഞു കൊടുത്താൽ നല്ല ഗമയിലുള്ള ഇമെയിൽ AI നിങ്ങൾക്ക് എഴുതി തരും. വിദ്യാർത്ഥികളാണെങ്കിലോ, പഠിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി ചോദിച്ച് AI മനസ്സിലാക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, ഹോംവർക്ക് കോപ്പി അടിക്കാൻ മാത്രമല്ല, കാര്യങ്ങൾ പഠിക്കാനും ഇത് ഉപയോഗിക്കണം കേട്ടോ. എല്ലാ നാണയത്തിനും 2 വശങ്ങളുണ്ട്. AI ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരാളുടെ മുഖവും ശബ്ദവും മാറ്റി വ്യാജ വീഡിയോകൾ ഉണ്ടാക്കാൻ ഇന്ന് വളരെ എളുപ്പമാണ് AI ഉപയോഗിച്ച്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് കാണുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത്. ഇനി പ്രൈവസിയുടെ വിഷയമാണെങ്കിൽ നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അനാവശ്യമായി ഒരു ആപ്പിനും നിങ്ങൾ നൽകരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കാർ വന്നപ്പോൾ കുതിരവണ്ടിക്കാർക്ക് പണിപോയി എന്ന് തോന്നിയിട്ടുണ്ടാകാം, പക്ഷേ ഡ്രൈവർമാർ എന്നൊരു പുതിയൊരു തൊഴിൽ മേഖല തന്നെ ഉണ്ടായി. അതേക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് AIയും. ഇത് നമ്മുടെ ശത്രുവല്ല, മറിച്ച് നമുക്ക് സ്മാർട്ടാകാനുള്ള ഒരു ടൂളാണ്. ഏത് വിഷയത്തിനും അഭിപ്രായം ചോദിക്കാൻ നിങ്ങളുടെ കൂടെ കഴിവുള്ള ഒരാളുണ്ട്, മറുപടി തരാൻ തയ്യാറുമാണ്. നിങ്ങൾ ഉപയോഗിക്കാത്ത കുറ്റമേ ഉള്ളൂ. അതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരു സ്മാർട്ട് ഫോൺ കൈവശമുള്ള ഏത് പ്രായമായ ആളുകൾക്കും, അതായത് ഏത് പ്രായക്കാർക്കും ഈ സൗകര്യം വളരെ സൗജന്യമായി പ്രയോജനപ്പെടുത്താനാവും. നിങ്ങൾ ഇതിനോടകം ഏതെങ്കിലും AI ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇത്തരം ടെക് വിശേഷങ്ങൾക്കും മറ്റുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.